ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇന്നുള്ളത് അരോവിലാണ്. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ എക്സ്പെരിമെൻ്റൽ സിറ്റിയായ അരോവിൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ കാസ്റ്റിസം, റേസിസം ഒന്നുമില്ലാണ്ട് വേൾഡ് ഒരു വൺനെസ്, ഹ്യൂമാനിറ്റി ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ശ്രീ അരോബിന്ദോ മദറും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഫുൾ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ്. ഭയങ്കര ലൈക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഒരു ദ വേൾഡ് ഈസ് ഗുഡ് ടു ലിവ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കി തരുന്ന ഒരു പ്ലേസും കൂടെയാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ മാട്രിമോണിയൽ, അതായത് ഒരു ഗോൾഡൻ ഗ്ലോബ് ഉണ്ട്. അപ്പം അത് പലർക്കും അറിയായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞത് അതിൽ പോകാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ പോകാൻ പറ്റും. പക്ഷേ അവിടെ പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യണം. അപ്പോൾ നാളേക്ക് എനിക്ക് പോകണമെങ്കിൽ മിനിമം ഞാൻ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം. അതും ബുക്കിംഗ് കൺഫേം ആവുന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ കൺഫേം ആയാൽ തന്നെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം നാളെ മഴ പെയ്തു, ക്യാൻസൽ. ഇന്നിപ്പോൾ ഫുള്ള് മഴയായിരുന്നു ഞാൻ വരുന്ന വഴിക്ക്. അപ്പോൾ ഇന്നത്തെ വിസിറ്റ് അവർ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ നാളെ മഴയാണെങ്കിൽ നാളെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അവിടെ മാട്രിമോണിയലിലേക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ലെങ്കിലും അവിടെ നമുക്ക് പുറത്ത് നിന്നിട്ട് ഗോൾഡൻ ഗ്ലോബ് കാണാൻ പറ്റും. അപ്പോൾ അത് വന്നിട്ട് നമുക്കൊരു പാസ് എടുക്കണം. അപ്പോൾ ആ പാസ് നമുക്ക് ഫ്രീ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റർ സെൻറ്ററിൽ വരണം. എന്നിട്ട് അവിടെ നിന്ന് പാസ് എടുത്തിട്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും. പക്ഷെ പോണ വഴി ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ചീർപ്പിംഗ് ഓഫ് ബേർഡ്സ് എല്ലാം. വളരെ ഒരു എന്താ പറയുക, ഒരു നേച്ചർ ഫ്രണ്ട്ലി, നമ്മളൊരു പഴയ കാലത്തൊക്കെ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് എക്സാക്ട്ലി അല്ല, പക്ഷെ എന്നാൽ കൂടെ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരു പ്ലേസാണ്. നല്ല കാമായിട്ടുണ്ട്, നടക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ വേറൊരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അരോവിൽ എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു 13 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പം ഞാൻ വിസിറ്റർ സെൻറ്ററിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് വേണം നമ്മളൊരു പാസ് എടുക്കാനായിട്ട്. അപ്പം മാട്രിമോണിയൽ വ്യൂവിങ് പോയിൻറ്റിലേക്കുള്ള പാസ്സാണ് എനിക്കിപ്പോൾ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പാസ് എടുത്താൽ മാത്രമേ നമുക്ക് മാട്രിമോണിയൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ പുറത്ത് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമോ, ഐ മീൻ അരോവിൽ വില്ലേജ് എങ്ങനെയാണ്, എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളത് എനിക്കും ഒരു ഐഡിയ ഇല്ല. ഇനി ഇവിടുന്ന് ചോദിച്ച് കാര്യങ്ങൾ നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടോ മാട്രിമോണിയൽ വ്യൂയിങ് പോയിൻറ്റിലേക്കുള്ള ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ പോയിട്ട് വേണം നമ്മൾ പാസ് എടുത്തിട്ട് വ്യൂയിങ് പോയിൻറ്റ് കാണാനായിട്ട്. അരോവിൽ അല്ലെങ്കിൽ മാട്രിമോണിയലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു വീഡിയോ റൂമുണ്ട്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇവർ എപ്പോഴും സജസ്റ്റ് ചെയ്യും നമ്മളെടുത്ത് ഇത് വാച്ച് ചെയ്യാനായിട്ട്. മാട്രിമോണിയൽ ഗോൾഡൻ ഗ്ലോബിൻ്റെ ഒരു മിനി വേർഷൻ ആണത് ഈ കാണുന്നത്. മിനി വേർഷൻ എന്ന് വെച്ചാൽ അത് നമ്മൾ ലൈക്ക് എങ്ങനെയാണതുള്ളത് എന്നുള്ളത് ഒരു റഫ് ഐഡിയ. ഇനിയിപ്പം നാളെ പോകാൻ പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ഇതൊക്കെ ഇവിടെ വെച്ചേക്കുന്ന പിക്ചേഴ്സാണ്. സം കോൺഷ്യസ്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഈ മാട്രിമോണിയൽ കണ്ടു. ലെറ്റ് ദ മാട്രിമോണിയൽ ബി ദ ലിവിങ് സിമ്പിൾ ഓഫ് അരോവിൽ. എനിക്കറിയില്ല എന്താ വായിക്കേണ്ടതെന്ന്. സംതിങ് ഫോർ ദ ഡിവൈൻ. അപ്പോൾ ആരൊക്കെയാണ് ഈ അരോവിൽ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്നർ ഡിസ്കവറി, ലൈക്ക് നമ്മളെ തന്നെ അറിയാൻ വേണ്ടിയിട്ട്. സോഷ്യൽ, മോറൽ, കൾച്ചറൽ, റേഷ്യൽ ഇതൊന്നും ഇല്ലാണ്ട് നമ്മളെ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരിത്. പിന്നെന്താണ്, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സെക്കൻഡ് പോയിൻറ്റ്. One lives in Arovil in order to be free from moral and social conventions, but this freedom must not be a new slavery to the ego.
to its desires and ambitions. The fulfillment of one's desires bars the way to the inner discovery, which can only be achieved in the peace and transparency of perfect disinterestedness. എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഒരു ന്യൂ വേൾഡാണ്, which is very young, very weak, not in its essence but in its outer manifestation, not yet recognized, not even felt, denied by the majority, but it is here, making an effort to grow, absolutely sure of the result. അപ്പോൾ അതേ ഞാൻ പാസ് എടുത്തു, ഫ്രീ പാസ്സാണ്, അങ്ങനെ എമൗണ്ട് ഒന്നും പ്രത്യേകിച്ച് പേ ചെയ്യണ്ട. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നമ്മൾ നടക്കണം, ഇങ്ങോട്ടാണ് മാട്രിമോണിയിൽ പോകേണ്ടത്. എന്തോ ഭാഗ്യത്തിന് ഇപ്പം മഴയില്ല. ഞാൻ രാവിലെ മഴയും കൊണ്ടിട്ടാണ് വന്നത്. എനിക്ക് എൻ്റെ മറ്റേ ഹോസ്റ്റലിൽ തന്നെ ഒരാൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ബസ്സിന് വരാനായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ബസ് ഉണ്ടെന്ന് കേട്ട 7:30-ക്ക്. അപ്പോൾ അവരും ഈ സൈഡിൽ വരണുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പം എന്തോ ഭാഗ്യത്തിന് മഴയില്ല. ഞാൻ വിചാരിച്ച ഫുള്ള് കൊള, ഞാൻ ഫുള്ള് നനഞ്ഞ് കണ്ടത്. ഇനി കുളിച്ച ലുക്കല്ല, ഇത് മഴ നനഞ്ഞ ലുക്കാണ്. കണ്ടോ, നല്ല കാമായിട്ടുണ്ട്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസാണ്. നമുക്കങ്ങനെ അധികം ഒച്ചയും ബഹളമൊന്നും കേൾക്കാനില്ല. ജസ്റ്റ് ബേർഡ്സിൻ്റെ ചീർപ്പിങ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഗുഡ്. ഇത് കണ്ടോ, ഇവിടെ മഴയൊന്നും പെയ്തുകൊണ്ട് ഇവിടെ ഒന്നും പിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ എൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ബുക്കിംഗ് കൺഫേം ആയിട്ടുണ്ട്. പക്ഷെ നാളെ ഇതുപോലെ മഴയാണെങ്കിൽ ഉള്ളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ ഉള്ളിൽ പോകാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ല. സോ എന്താണെങ്കിലും ലെറ്റ്സ് സീ ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 8:15 എന്തോ ആണ് അവിടെ ചെല്ലേണ്ടത്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൾസും കാര്യങ്ങളും ഫുഡിനൊക്കെ ആണെങ്കിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഈവൻ ദോ മോർണിംഗ് ഭയങ്കര മഴയായിട്ട് ഞാൻ ഫുള്ള് നനഞ്ഞെങ്കിലും എനിക്കപ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ ആയിരുന്നേ. ഇപ്പം അങ്ങനെ മഴയൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, മഴ പെയ്ത് തോർന്നിരിക്കുമ്പം ഈ കുറേ ഇലയും ഇതൊക്കെ കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ, മരങ്ങളൊക്കെ കാണാൻ. അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ. ഇവിടെ കണ്ടു, കാലകേന്ദ്ര വിഷ്വൽ ആർട്സ് സെൻറ്റർ ഉണ്ട് അവിടെ. അപ്പം ഞാൻ ഈ വഴിക്കുള്ള കാലകേന്ദ്ര ആർട്ട് ഗാലറിയിലാണ് പോണത്. സോ അതിൽ നമ്മൾ എന്തെടുക്കണം, ടിക്കറ്റ് എടുക്കണം. 25 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇവിടെയാണ് ആർട്ട് ഗാലറി ഉള്ളത്. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണ് ഇവിടെ ഉള്ളിലുള്ളതെന്നുള്ളത്. എനിക്ക് ഐഡിയ ഇല്ല, ജസ്റ്റ് എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അറൂവിൽ എന്താണ് എങ്ങനെയാണ് ആൾക്കാർ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പോണത്. സോ ഞാൻ ആ ഗാലറി പോയി, അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അവിടെ ഫോട്ടോസും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. പിന്നെ ഇത് വെച്ചിട്ട് ഇന്ത്യൻ സ്പേസ് എന്തോ ഒരു ഹൗസിലും കൂടെ നമുക്ക് പോകാൻ പറ്റും. അത് ഈ വേ ആണ്, ലൈക്ക് മാട്രിമോണിയിൽ പോണ വേ തന്നെയാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്ത്യ സ്പേസ്, ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ഈ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ആർട്ട് ഗാലറി പോയപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഐ മീൻ ബേസിക്കലി എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഹ്യൂമൻ യൂണിറ്റിയും പിന്നെ പീസ് അപ്പോൺ എർത്തുമാണ്. അതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ ഈ മദർ ഒരു ഇൻ്റർനാഷണൽ സോൺ വേണമായിരുന്നു ഈ അരോവില്ലിൽ. അവിടെ വന്നിട്ട് ഈ കൾച്ചേഴ്സ് ഡിഫറെൻറ്റ് കൺട്രീസൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സോൺ വേണം. അതിൽ ഓരോ കൺട്രിയും ഓരോ പാവിലിയൻ ബിൽഡ് ചെയ്യും ആ കൺട്രീനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്. ആ ഫസ്റ്റ് പാവിലിയൻ ബിൽഡ് ചെയ്തത് ഇന്ത്യൻ പാവിലിയൻ ആണ്. ആ ഹൗസിന് ഭാരത് ഹൗസ് എന്നാണ് അവർ പേര് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്പേസിൻ്റെ അകത്ത് ഈ ഗ്ലോബില്ലേ, അപ്പോൾ ഗ്ലോബ് എങ്ങനെയാണ് അവർ ആ ഒരു ലൈക്ക് വാട്ട് ഈസ് ദറ്റ് ഗ്ലോബ്, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടു, അറോവൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുണ്ടായിരുന്നു, നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഈവൻ്റെ ബോർഡ് കണ്ടില്ലെങ്കിലും ഐ വാസ് കൺഫ്യൂസ്ഡ് വെദർ ടു ടേക്ക് അല്ല പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഒന്നും. പക്ഷേ ഇതിൻ്റെ ഔട്ടർ ഞാനൊരു ഏകദേശം ഇത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? പിന്നെ ശ്രീ അരോബിന്ദോ നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ അന്ന്, അതായത് 1947 ഓഗസ്റ്റ് 15 അന്ന് ഈവനിങ് ഒരു റേഡിയോയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ 5 ഡ്രീംസ് ഓഫ് ശ്രീ അരവിന്ദോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് ക്രിയേറ്റീവ്, ഫ്രീ ആൻഡ് യുണൈറ്റഡ് ഇന്ത്യ. അതായത് ഇന്ത്യ ഫ്രീ, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും കൂടെ ഇന്ത്യയിൽ യൂണിറ്റി ഇല്ല, അതായിരുന്നു ഒരു എയിം. ഒരു ഡ്രീം. രണ്ടാമത്തെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ റിസർജൻസ് ആൻഡ് ലിബറേഷൻ ഓഫ് ദ പീപ്പിൾസ് ഓഫ് ഏഷ്യ. അതായത് ഏഷ്യയിൽ അപ്പോഴും കുറേ സംഭവങ്ങളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, ലൈക്ക് കുറേ ആൾക്കാർ ഫ്രീ ആയിരുന്നില്ല സ്ഥലങ്ങളിൽ, പ്രശ്നം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് വേൾഡ് യൂണിയൻ ഫോമിങ് ദ ഔട്ടർ ബേസിസ് ഓഫ് എ ഫെയറർ, ബ്രൈറ്റർ ആൻഡ് എ നോബ്ലർ ലൈഫ് ഫോർ ഓൾ മാൻകൈൻഡ്. That unification of the human world is underway, struggling under tremendous difficulty. ബേസിക്കലി പറയുകയാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് വണ്ണൻസ് എല്ലാം ഹ്യൂമൻ റേസിനെ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്നൊരു സംഭവമാണ്. അത് അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ലാണ്ട് എല്ലാം ഒന്നാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി. ഫോർത്ത് വൺ എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യ ടു ദ വേൾഡ് ഹാസ് ഓൾറെഡി ബിഗൻ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി ആണല്ലോ ഈ സ്പിരിച്വാലിറ്റി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ യൂറോപ്പും അമേരിക്കയൊക്കെ നോക്കുകയാണെങ്കിൽ അതിപ്പം സ്ലോലി സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യോഗ പോലത്തെ കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും. ആൻഡ് ഫൈനലി ഫിഫ്ത്ത് വൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ, ബേസിക്കലി ഹയർ ആൻഡ് ലാർജർ കോൺഷ്യസ്നെസ്. ഇതാണ് വേറെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വില്ലേജാണ് ബേസിക്കലി. ഇതിൽ നമുക്കിങ്ങനെ പല പല കാര്യങ്ങളിങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ഇവർ അവിടെ സ്റ്റേ ചെയ്യണേ അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഇവിടെ യൂണിറ്റി പാവിലിയോൺ, ഇതാണ് സാവിത്രി ഭവൻ. ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് ഫോട്ടോയും വീഡിയോയും അലൗഡ് ആണോ എന്ന്. അവരാണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുറേ ബുക്സും ആർട്ട് ഗാലറി മാതിരി ഉള്ളൊരു പ്ലേസാണിത്. Or understanding spirituality and bring spirituality in your life, for places like Auroville you have to come and stay here maybe for some time. So this cannot be treated as just another tourist place where you come and see things and go. But that is how it starts. I understand. That is how I also started. I was a tourist only when I came. I came for 1 or 2 days. But if you are truly looking for a spiritual insight, or you want to educate yourself spiritually, then you have to spend some time in a place like Auroville. And for that matter, any other place. If you're going to any other place, also like a monastery or any other place, which is a spiritual place. The mission of Auroville is like no religion, no caste or anything like that. So like here people are not believing in any religion, or like they don't have the concept of They God. So what about the we don't know. concept of God over here? See, it is very tricky, this place. Yeah, so When like even I'm also not getting, like even though I read a lot, but I thought, okay, if I ask someone who is here, it would be better. So that's the reason I'm asking. See, there are 2 sides to it. One is you create a system and you write the rules. That this is how it should be. Like if you go to the Auroville ashram, there are a set of rules. This is how you have to behave. This is what you have to follow, the lifestyle. Then you know what you have to do. But in Auroville, that is not the case. It's free. You're free to do anything. You don't have to wake up early in the morning at 6 o'clock. It is not a mandate. You don't have to come to this place
at this time. You don't have to mandatorily do meditation or yoga. Okay. It's up to you how you steer your life. Here and stay here for some time. Leave the world behind. If you are really interested in exploring Auroville and exploring whatever people do here, just take a vacation, take a long break, and that's what people do. And come here, live here, and then start exploring. It takes its own time. It takes months. It took me 5 months to understand what are the things happening here, What's where going around. is what and everything. You know, to Got get a familiarity of the place. So it takes time. Yeah, like, oh, I forgot, I didn't ask your name. Devashish. Devashish. Okay, nice meeting you. Thank you for all the information. Your name is? Vaishnavi. Vaishnavi. Yeah. There's another Vaishnavi. Okay. ദേവാശിഷിനെ മീറ്റ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് ഇൻഫോർമേഷൻ എനിക്ക് കിട്ടി. അങ്ങനെ അവിടുന്ന് ഞാൻ മട്രമന്ദിർ വ്യൂ പോയിന്റിലേക്ക് പോയി. നമ്മളുടെ ഗോൾഡൻ ഗ്ലോബ് അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ് വ്യൂ പോയിന്റിൽ. ഇതാണ് ഗോൾഡൻ ഗ്ലോബ് മട്രമന്ദിർ. ഇവിടം വരെ അലൗഡ് ആയിട്ടുള്ളൂ. അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. സോ യെസ്, ദിസ് ഇസ് ദ മട്രമന്ദിർ. ശരിക്കും നമുക്കിപ്പോൾ ട്രീയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുമെന്നറിയോ? ഇങ്ങനെ ഭയങ്കര വെയിലത്ത് ഇങ്ങനെ നടക്കുമ്പം പെട്ടെന്ന് ഈ ട്രീൻ്റെ ഷാഡോയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന കിട്ടുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ. ഭയങ്കരമാണ്. എൻ്റെ അമ്മ നല്ല ചൂടുണ്ട്. അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ വെയിൽ, ഇതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരുമ്പം മട്രമന്ദിർ വ്യൂ പോയിന്റിൽ നിന്ന് അവിടുന്ന് നമുക്ക് തിരിച്ചു വരാൻ ബസ് കിട്ടും. ഫ്രീ ബസ് സർവീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ് എടുക്കാം, അല്ലെങ്കിൽ നടന്നിട്ട് പോവാം. അപ്പം ഞാൻ ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നടക്കാനാണ് ചൂസ് ചെയ്തത്. കാരണം ഇത് വേറെ വഴിയിലൂടെയാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചത്. ഈ വരുന്ന വഴിക്കൊക്കെ കണ്ടു ഇങ്ങനെ ഒരുപാട് കോട്ട്സൊക്കെ അവരിങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടു ഇങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു നേച്ചർ ഫീൽ കിട്ടുന്നുണ്ട്. ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, വേറെ അങ്ങനെ അനാവശ്യ സൗണ്ടൊന്നുമില്ല. ഫുൾ ഈ ഇല വീഴുന്ന സൗണ്ട് കേൾക്കാം, ഈ പക്ഷീൻ്റെ ഇത് കേൾക്കാം. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത് ഫുള്ളും. ഗോൾഡൻ ഗ്ലോബിന് ചുറ്റും 12 പെറ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കറേജ്, പ്രോഗ്രസ്, റിസപ്ഷൻ, ആസ്പിറേഷൻ, പെർസീവറൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഹ്യൂമിലിറ്റി, സിൻസിയറിറ്റി, പീസ്, ഇക്വാലിറ്റി, ജനറോസിറ്റി ആൻഡ് ഗുഡ്നെസ്. അപ്പോൾ ഈ 12 എണ്ണം പിന്നെ ഓരോ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 800 ഫ്ലവേഴ്സിനധികം ഓരോ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് അനുസരിച്ചിട്ട് ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ്പെറാഗസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഇതുപോലത്തെ സ്റ്റോൺസിൽ ഇങ്ങനെ ഓരോന്നും കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിനെ ബേസ് ചെയ്തിട്ട് മദർ കൊടുത്ത നെയിം ബേസ് ചെയ്തിട്ടാണ് അവർ വച്ചിരിക്കുന്നത്. നമ്മൾ പോയത് ഈ വഴിയായിരുന്നു. ഞാൻ വന്നത് ഈ വഴിയാണ് വന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് നമ്മൾ പോകണം. ഇതിലൂടെ നമുക്ക് വരാൻ പറ്റും. ഇത് കണ്ടില്ല, അവർ പറഞ്ഞ ഒരു യൂണിറ്റ് മാതിരിയുള്ള ഒരു സംഭവമാണ് ഈ സ്വരം എന്ന് പറയുന്നത്. ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെയാണ് ഇത് ആക്ച്വലി. അപ്പോൾ ആ സ്വരത്തിൻ്റെ അവിടെ എന്താണെന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും, നാഷണൽ ഇൻ്റർനാഷണലൊക്കെ. അതൊക്കെ അവർ നമുക്ക് ഓരോ ഡെമോ തരും. പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. എന്നുവെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം അതിന് തൊട്ട് ലൈക്ക് മ്യൂസിക്കൊക്കെ വരുത്തി കളിക്കാനൊക്കെ പറ്റും. അങ്ങനെ അവിടുത്തെ എൻട്രി ചാർജ് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. സോ പക്ഷെ നല്ല മ്യൂസിക് ലവേഴ്സിനൊക്കെ പറ്റിയൊരു ലൈക്ക് ട്രൈ ചെയ്യാമെന്ന ഒരു സംഭവമാണ്. നമ്മൾ ഈ മട്രമന്ദിർ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ടിലൂടെ അല്ലാണ്ട് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനങ്ങനെ സോളാർ കിച്ചണൊക്കെ കണ്ടു. അവിടെ ഭയങ്കര നാച്ചുറലായിട്ടാണ് കുക്ക് ചെയ്യുക, ഈ സോളാർ എനർജി വെച്ചിട്ടൊക്കെ.
സോ മാട്രിമന്ദിർ ഇതൊക്കെയാണുള്ളത്. ഇനിയിപ്പോൾ നാളെ മഴ പെയ്തില്ലെങ്കിൽ എനിക്ക് രാവിലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. പക്ഷെ ഉള്ളിൽ പോയാലും നമുക്കതിൽ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനും പറ്റില്ല, ഒന്നും ഫോട്ടോസൊന്നും അലൗഡ് അല്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവർ. അപ്പോൾ നമ്മളൊരു ഫോട്ടോ ID കാർഡ് കൊണ്ടുപോകണം, പിന്നെ മഴയുണ്ടെങ്കിൽ കയറ്റില്ല, അങ്ങനെയൊക്കെയുണ്ട്. സോ നാളെ മഴ ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നതായിരിക്കും. മറ്റേ ആൾ പറഞ്ഞതുപോലെ, ദേബാശിഷ് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഒരു ദിവസം കൊണ്ടൊക്കെ നിന്നാൽ ലൈക്ക് ടൂർ പോലെ വരികയാണ് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് ഇത് മനസ്സിലാക്കാനൊക്കെ ഇനിയും കുറേ സമയമെടുക്കും. സോ അത്യാവശ്യ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. സോ മാട്രിമന്ദിറിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹോസ്റ്റൽ വിശേഷങ്ങൾ ഇനി കാണിച്ചു തരാം. ഞാൻ ടൈം ട്രാവലേഴ്സ് ഹോസ്റ്റലാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഉച്ച കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നോക്കണം, ഇനി എന്തൊക്കെ എവിടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ടൈം ട്രാവലേഴ്സ് ഹോസ്റ്റലിൽ എത്തിയപ്പം ഭയങ്കര മഴയായിരുന്നു. ലൈക്ക് പോണ്ടി ടു അരോവിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നിന്നു. എന്നിട്ടാണ് ഞാൻ അരോവിൽ മാട്രിമന്ദിർ വ്യൂ പോയിന്റിലേക്ക് പോയത്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ഹട്ട് ഹൗസ് സെറ്റപ്പിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ റാൻഡംലി ഞാൻ ക്രൂസ് ചെയ്ത ഒരു സ്ഥലമാണ് ഈ ടൈം ട്രാവലേഴ്സ് ഹോസ്റ്റൽ. അപ്പോൾ അത് അരോവിലിന് തൊട്ടടുത്താണ്. നല്ല വൈബുള്ളൊരു ഹോസ്റ്റലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാം. ലൈക്ക് ഫോറിനേഴ്സൊക്കെ 1 month 2 months ബ്രേക്ക് എടുത്തിട്ട് വർക്ക് ഫ്രം ഹോം എടുത്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഈവൻ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനത്തെ സെറ്റപ്സ് ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്ലേസ് ടു യു. വേണം വർക്ക് എന്നൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ ഹോസ്റ്റലേഴ്സ് ഭയങ്കര പ്രിഫറബിൾ ആണ്. എനിക്ക് ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വരണം, സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം എപ്പോഴെങ്കിലും പറ്റുമെന്ന്. ഞാൻ മാട്രിമന്ദിറിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ തന്നെയുള്ള 2 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ലഞ്ചായിരുന്നു. ഞങ്ങൾ ഫിഷ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ റെസ്റ്റോറൻറ്റിലും നല്ലൊരു വൈബ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. എനിക്കിഷ്ടമായി. ഞാൻ അരോവിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും നോക്കിയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ തന്നെയുള്ള 2 പേര് വന്നിട്ട് പറഞ്ഞു, അവരെന്തോ അവിടെ വന്നേക്കുമായിരുന്നു. ഇനിയും കഴിഞ്ഞില്ല, അവർ ഹോസ്റ്റലിൽ പോയി. അവർ രാവിലെ എന്തോ ഞാൻ വരുമ്പോൾ വന്നതാണ്. അവർ ഹോസ്റ്റലിൽ പോയി ഉറങ്ങുകയും ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ രണ്ടാമതും വരുമായിരുന്നു. അന്നേരമാണ് ഞാൻ തിരിച്ചു വരണത്. ഞാനിങ്ങനെ മെല്ലനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ പോയിട്ട് അങ്ങനെ നല്ല രസമുണ്ട്. അപ്പോൾ അവർ രണ്ടാൾക്കാർ ഗ്രൂപ്പായിട്ടുള്ളവരല്ല. അപ്പോൾ 2 പേരുടെയും കയ്യിൽ സ്കൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കൂട്ടി എനിക്ക് തന്നു, മറ്റൊരു 2 പേരും ഒരു സ്കൂട്ടി എടുത്തിട്ട് പോയി. നല്ല ഡ്രൈവായിരുന്നു. എന്ന് വെച്ചാൽ അരോവിലിൻ്റെ തന്നെ ഞാൻ ഉള്ളിലേക്ക് പോയില്ലേ, അതിൻ്റെ പുറത്തേക്ക് കൂടിയുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പോൾ അതിലും നല്ല രസം ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യാനായിട്ട്. നല്ല റോഡായിരുന്നു. ഇപ്പോൾ അരോവിൽ ബീച്ചിലാണുള്ളത്, കണ്ടോ. പക്ഷെ ഈ ബീച്ച് അത്ര നീറ്റല്ല, കണ്ടോ. മുഖത്ത് ഫുൾ ഐലൈനർ സ്പ്രെഡ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്കിനി അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എനിക്ക് വയ്യ. ഇപ്പം ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്. ഞാൻ ക്യാമറ നോക്കി പറഞ്ഞപ്പോൾ എൻ്റെ മുഖം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ വന്നിട്ട് ഫോറിനേഴ്സ് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കുക്ക് ചെയ്യാമെന്നൊക്കെ. പക്ഷെ അതിന് ഞങ്ങൾ പ്രോൺസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ വന്നത്. പക്ഷെ പ്രോൺസ് കിട്ടാനില്ല. ഇപ്പം എന്തോ മറ്റേ ഫിഷിൻ്റെ ബ്രീഡിങ് പീരീഡ് എന്തോ ആണ്. അപ്പോൾ അങ്ങനെ ഫിഷിംഗ് ഒന്നും നടക്കില്ല തോന്നുന്നുണ്ട് 2 മാസം. അപ്പോൾ പ്രോൺസ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. കണ്ടോ, നല്ല രസമില്ലേ. അങ്ങനെ ഞങ്ങൾ പോയി ലാസ്റ്റ് സെറനിറ്റി ബീച്ചിലെത്തി. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ശരി എന്നാൽ വെച്ചാൽ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ നാളെ രാവിലെയാവും മാർക്കറ്റിൽ പോയിട്ട് കിട്ടാനായിട്ട്. ഇവിടെ സർഫിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, കണ്ടോ. ഇതിപ്പോൾ സെറനിറ്റി ബീച്ചാണ്.
അങ്ങനെ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ലാസ്റ്റ് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട്, ഞാൻ എല്ലാവർക്കും ഭയങ്കര കുക്കിംഗ് എക്സ്പേർട്ടാണ് എൻ്റെ ഹോസ്റ്റലിലുള്ള മറ്റ് 2-3 ആൾക്കാർ. അതിലെനിക്ക് തോന്നുന്നു 3 ആൾക്കാർ ഇന്ത്യൻസും ബാക്കി അവിടെ ഉള്ളവരൊക്കെ കൈൻഡ് ഓഫ് ഫോറിനേഴ്സ് ആയിരുന്നു. ഞങ്ങൾ റൈസ്, ദാൽ കറി, ചിക്കൻ കറിയൊക്കെ കഴിച്ചു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ഭയങ്കര ഹോംലി ഫുഡ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഊഞ്ഞാലൊക്കെ ഇരുന്നിങ്ങനെ ആടാം, പിന്നെ അവിടെ വേണ്ടവർക്ക് വർക്ക് ചെയ്യാം. മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു ഹോസ്റ്റൽ ആസ് സച്ച്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഉറങ്ങിയപ്പോൾ തന്നെ നല്ല സമയമെടുത്തു. പക്ഷെ വൺ ഓഫ് ദി അൺഫോർഗെറ്റബിൾ എക്സ്പീരിയൻസസ് ആയിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഹലോ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പാസ് കിട്ടിയിട്ടുണ്ടെന്ന് മാട്രിമോണിയിലേക്കുള്ള. അപ്പോൾ ഇന്ന് കണ്ടോ, മഴയൊന്നുമില്ല, ക്ലൈമറ്റ് കുഴപ്പമില്ല, നല്ല ഇതാണ്. ഐ മീൻ മഴ പെയ്യുമായിരിക്കാം, പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലൈമറ്റായി തന്നെയാണുള്ളത്. അപ്പോൾ മിക്കവാറും ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ 8:30ക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇതിൻ്റെ വീഡിയോൻ്റെ കൂടെ. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ മെയിൽ ID കൊടുക്കണം, എന്നിട്ട് നിങ്ങളുടെ അവൈലബിൾ ടൈമും കൊടുക്കണം. കുറേ പേര് എൻ്റെ അടുത്ത് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കിട്ടിയത്. പലർക്കും അറിയില്ല, ഇവിടെ ഉള്ളവരെന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, ഏതാണോ ഡേറ്റ് അതും കൊടുക്കുക. അതിനുശേഷം അവരൊരു മെയിൽ അയക്കും നിങ്ങൾക്ക്, എന്നിട്ട് 48 hours കൺഫർമേഷൻ വരും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരുണ്ടാവും, 300 എന്താണ് ഒരു ദിവസം അവർ കയറ്റുന്നത്. അപ്പോൾ സെക്ഷനായിട്ട് അവർ കയറ്റുമായിരിക്കും, അതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഞാൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്നാലും ഇപ്പോൾ എനിക്ക് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പം 8:30 അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിലാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു വാലിഡ് ഫോട്ടോ ID പ്രൂഫ് വേണം. ഉള്ളിൽ ക്യാമറാസോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും അലൗഡും അല്ല. നമ്മളവിടെ എത്തിയതും അവരൊരു വീഡിയോ കാണിച്ചു തരും ബിഫോർ ഗോയിങ് ടു വിസിറ്റ് മാട്രിമോണി. അതിൽ അവരെല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. Auroville draws its inspiration from the vision and work of the renowned Indian seer and spiritual visionary Sri Aurobindo. His spiritual collaborator, the mother, founded the township in 1968. അപ്പോൾ അവർ ടിക്കറ്റ് നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാസ് തരും, എന്നിട്ട് ഒരു ബസ്സിൽ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകും. ഞാൻ മാട്രിമോണിൻ്റെ ഉള്ളിൽ പോയി. അടിപൊളി സംഭവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ചുമ്മാ ലൈക്ക് സ്ട്രക്ചർ, ആർക്കിടെക്ചർ കാണാനാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ വേറെ തന്നെ ഒരു വേൾഡാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബസ് നമ്മളവിടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ എത്തിയിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും, ഇതാണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിന് ശേഷം വന്നിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ, എനിക്ക് 8:30 സ്ലോട്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാനൊരു 8 മണിയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു, 8:15 എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റത്തെ തന്നെ ബാച്ചിൽ പോകാൻ പറ്റി. എന്നിട്ട് അവിടുന്ന് നമ്മളിങ്ങനെ ബാഗ്, ഫോണ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഫോട്ടോഗ്രാഫി ഒന്നും അല്ല അവിടെ. എല്ലാവരും ടോക്കനൊക്കെ തരും, എന്നിട്ട് അവർ ഗൈഡ് ചെയ്യണ പോലെ ഉള്ളിൽ പോകണം. അപ്പോൾ ഞാൻ ഇന്നലെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു നോർമൽ ഗ്ലോബ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോകുമ്പം നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഒരു വലിയ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ, ആ ഗ്ലോബിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലോബുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഇതല്ലാണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. അതെനിക്ക് മൊത്തത്തിലൊരു ഫ്ലവർ മോഡലാണ് തോന്നിയത്. നടുക്ക ഗ്ലോബ്, പിന്നെ 12 പെറ്റൽസ് ഉണ്ട് ചുറ്റും. ഈ 12 പെറ്റൽസ് പറയുന്നത് ഡിഫറെൻറ്റ് മെഡിറ്റേഷൻ ചേമ്പേഴ്സാണ്. ഈ ഡിഫറെൻറ്റ് മെഡിറ്റേഷൻ ചേമ്പറിന് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും താഴെ പോകുമ്പം അവിടെ ഇങ്ങനെ കുറച്ച് സമയം എത്തിക്കും. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു ഗ്ലോബ് ഉണ്ട്, ഒരു വൈറ്റ് ഒരു സംഭവത്തിൻ്റെ നടുവിലൊരു കുഞ്ഞു ഗ്ലോബ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്, നമുക്കത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു മേലത്തെ നെക്സ്റ്റ്
ഇതിലേക്ക് പോകും, നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോകും. അവിടെ പോകുമ്പോൾ നമ്മൾക്ക് അവർ ഈ സോക്സ് തരും, ഒരു വൈറ്റ് സോക്സ് തരും. അതിട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അവിടെ എന്നിട്ട് ഒരു 20 minutes നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ആർക്കിടെക്ചർ കണ്ട ആ സൺലൈറ്റ് കൺഫൈൻ ചെയ്തിട്ടാണ് ആ ഗ്ലോബിൽ വീഴുന്നത്. ആ ഗ്ലോബിൽ നിന്ന് പിന്നെയും കൺഫൈൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞില്ല ഏറ്റവും താഴെ ഒരു കുഞ്ഞു ഗ്ലോബ് ഉണ്ടായിരുന്നു, അതിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ലൈക്ക് മെഡിറ്റേഷൻ എനിക്ക് അത്ര വലിയ കോൺസെൻട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആർക്കിടെക്ചറൽ പരമായിട്ട് ഒരു വേറെ തന്നെ ഒരു വേൾഡാണത്. അപ്പോൾ ഈ മാട്രിമന്ദിർ വരുന്നവർ ചുമ്മാ വ്യൂ പോയിൻറ്റിൽ മാത്രം പോവാണ്ട് ഉള്ളിൽ കയറി നോക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ഡിഫറെൻറ്റ് നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. പിന്നെ നമ്മുടെ എല്ലാം ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഈവൻ എന്തെങ്കിലും ഒരു പിന്ന് വീണാൽ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യുന്ന നമ്മുടെ സൗണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും സൈലൻസും പീസുമാണ്. എൻ്റെ കണ്ണൊന്നും തുറന്നിട്ടില്ല. ഞാൻ ആകെ ഇന്നലെ 2 മണിക്കൂർ എന്താണ് ഉറങ്ങിയത്. അതിങ്ങനെ ഇപ്പോഴും ഉറക്കക്ഷീണം കണ്ടു. ഭയങ്കര പഫിനെസ് ഇല്ലേ മുഖത്തും കണ്ണിനൊക്കെ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം അറോവിലിൻ്റെയും പിന്നെ അതുപോലെ മാട്രിമന്ദിറിൻ്റെ ഇൻഫോർമേഷൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.